ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിലിന് ഗോവ തുറമുഖത്തു നിന്നുള്ള ഡ്രഡ്ജർ കാർവാർ തുറമുഖത്തെത്തി. കാർവാറിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുകയാണ്. അരുൺ, കഴിഞ്ഞ ദിവസം കാറ്റ് കാരണം ഈ ഡ്രഡ്ജർ എത്തുന്നത് താമസിച്ചു. പക്ഷേ വലിയ മൺകൂമ്പാരമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ എത്രത്തോളം ദുഷ്കരമാണ്? എപ്പോൾ ആ തെരച്ചിൽ ആരംഭിക്കും? ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിലിന് ഗോവ തുറമുഖത്തു നിന്നുള്ള ഡ്രഡ്ജർ കർണാടകയിലെ കാർവാറിലെത്തി. കാർവാറിലെ തുറമുഖത്താണ് ഈ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഡ്രഡ്ജർ ആയില്ല. കഴിഞ്ഞ ദിവസം തന്നെ തെരച്ചിൽ ആരംഭിക്കും എന്ന വിവരങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഡ്രഡ്ജർ കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ആ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് കാർവാറിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തെരച്ചിൽ പുനരാരംഭിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാലാവസ്ഥ, അതേപോലെ തന്നെ ഈ ദുരന്തത്തിന് ശേഷം വലിയ തോതിൽ മൺകൂമ്പാരം അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഗോവയിൽ നിന്ന് എത്തിയ ഡ്രഡ്ജറിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് കാർവാർ തുറമുഖത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഡ്രഡ്ജറാണ് ഷിരൂരിൽ തെരച്ചിലിന് ഉപയോഗിക്കുന്നത്. ഇന്ന് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇന്ന് തന്നെ തെരച്ചിൽ വീണ്ടും ആരംഭിക്കും. മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഗോവയിൽ നിന്ന് പുറപ്പെട്ട ഈ ഒരു ഡ്രഡ്ജർ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കഴിഞ്ഞ ദിവസം കാർവാറിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇന്ന് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും എന്ന വിശ്വാസമാണ് ഉള്ളത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഡ്രഡ്ജർ അവിടെ എത്തിയത്. വലിയ മൺകൂമ്പാരമാണ് ഇവിടെ മണ്ണിടിച്ചിലിന് ശേഷം രൂപപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ പുഴയിലെ ഒഴുക്ക് പല ഘടകങ്ങളും പരിഗണിച്ച ശേഷമായിരിക്കും തെരച്ചിൽ വീണ്ടും ആരംഭിക്കുക. ഈ തെരച്ചിലിൽ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളോ കാണാതായവരെക്കുറിച്ചുള്ള സൂചനകളോ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം നടത്തിയിരുന്നു. വിവരങ്ങളുമായി കാർവാറിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുകയാണ്. അരുൺ, വിവരങ്ങൾ. ശേഷം ഗോവ പോർട്ടിൽ നിന്നും ആ ഡ്രഡ്ജർ ഇപ്പോൾ കാർവാർ തുറമുഖത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെക് ബോട്ടിൽ ഘടിപ്പിച്ചാണ് ആ ഡ്രഡ്ജർ ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഗോവ പോർട്ടിലേക്ക് കാർവാർ പോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ഏറെ വൈകിയാണ് നിലവിൽ ഇപ്പോൾ ഈ കാർവാറിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 8 മണിയോടെ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ കടൽ മാർഗം കൊണ്ടുവരുമ്പോൾ കടലിൽ ഈ കാറ്റിന്റെ വേഗത കൂടിയതിനാൽ ഇന്നലെ രാത്രി ഇത് കരക്കെ കടുപ്പിക്കുകയും പിന്നീട് ഇന്ന് രാവിലെയാണ് വീണ്ടും ഇതിന്റെ യാത്ര പുനരാരംഭിച്ചത്. ഇപ്പോൾ അതിനുശേഷം രാവിലെ ഇത് അവിടെ നിന്ന്, അതായത് കരക്ക് അടുപ്പിച്ചെടുത്തു നിന്നും യാത്ര ആരംഭിച്ച് ഇപ്പോൾ ഇത് കാർവാർ തുറമുഖത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ ടെക് ബോട്ടിൽ ഘടിപ്പിച്ചാണ് ഈ നിലവിൽ ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇത് ഷിരൂരിലേക്ക് എത്തിക്കണം. ഷിരൂരിലേക്ക് എത്തിച്ചായിരിക്കും ഇതിന്റെ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ നടപടികൾ ആരംഭിക്കുക. പക്ഷെ അതിൽ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ ഈ കടലിൽ നിന്ന് അഴിമുഖം കടന്ന് പുഴയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആയിട്ടുള്ള പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ വേലിയിറക്ക സമയത്തൊക്കെ ആയിരിക്കും ഇത് കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഇത്തരം നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഷിരൂരിലേക്ക് ഇത് കൊണ്ടുപോകൂ. എന്തായാലും ഇന്ന് ഈ ഷിരൂരിലേക്ക് ഇത് എത്തിക്കാനുള്ള സാധ്യതയില്ല. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയൊക്കെ സമയമെടുക്കും. അതായത് ഈ കാലാവസ്ഥയുടെ സാഹചര്യം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇത് കൊണ്ടുപോവുക. ഇന്ന് ഇത് ഷിരൂരിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. നാളെ രാവിലെയോടെ ഷിരൂരിൽ എത്തിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്.